ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈലൈറ്റ് മാൾ, കുട്ടന്നൂർ ഹൈലൈറ്റ് മാൾ കാണാൻ വന്നേക്കാട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇതുവരെ മാളൊന്നും കണ്ടിരുന്നില്ല, അപ്പോൾ ഒന്ന് കാണാൻ വെച്ച് വന്നേട്ടോ. നമ്മളിവിടെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫസ്റ്റ് ചെന്ന് കയറിയത് തന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഷോപ്പിലേക്കാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ബാഗൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ വിചാരിച്ചിട്ട് തന്നെ പോയത്. കാരണം ഇവിടെ നല്ല റേറ്റിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ പോയത് നമ്മൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ബാക്ക് ടു സ്കൂളിൽ പോയി അവിടെ 2 ബാഗൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഷോപ്പിങ്ങിലേക്ക് കടന്നു കേട്ടോ. കാരണം വേറെയും കടകളുണ്ട് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമ്മളിവിടെ ഡെയിലി സ്റ്റോർ ഉണ്ടായിരുന്നല്ലോ, ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ കയറി ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, കാരണം മക്കൾക്ക് കുറച്ച് അവർക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെയൊക്കെ കയറി. പിന്നെ നമ്മൾ അവിടെയൊക്കെ വന്നതല്ലേ വെച്ച് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് ലൈറ്റായി സ്നാക്സൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ കയറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉച്ച നേരത്തായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ റെഡിയായി കുറേ ടൈമൊക്കെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ച നേരമൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ, നമ്മൾ ഷോപ്പിലെത്തിയപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തെങ്കിലും കഴിച്ചിട്ട് കയറാൻ എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം സെറ്റായിട്ടൊന്ന് ഷോപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ടാട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നല്ല സുഖമായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഷോപ്പൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കവിടെ 2 ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2നും നല്ല ഓഫർ ഉണ്ടായിരുന്നു, ഒരു 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ധ്രുവക്കുട്ടിക്കും ദച്ചൂസിനും സെയിം ബാഗ് തന്നെയാണ് മേടിച്ച്, കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഹൈലൈറ്റ് മാളിൽ ഓരോ ഷോപ്പും ഇങ്ങനെ കയറി ഇറങ്ങി. ഇപ്പോൾ പോകാനാണെങ്കിൽ അമ്മയും അച്ഛനും പിന്നെ ഞാനും മക്കളും പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ശശിധര ആൻറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. നമ്മളവിടെ ചെന്നിട്ട് പിന്നെ അവർക്ക് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞു. ദച്ചൂസും ധ്രുവയും കൂടിയ ബസ്സിലൊക്കെ കയറി. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കയറി കേട്ടോ. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കയറിയിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമായിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തു, ഒരു ടോപ്പ് എടുക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബസ്സിലൊക്കെ കയറി 2 റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 റൗണ്ടൊക്കെ ഓടിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വേഗം തന്നെ എത്തിയിട്ടോ. നമ്മളിവിടെ മാളിൽ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ ഷോപ്പിലും ചുമ്മാ അങ്ങനെ കയറി ഇറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈലിൽ ഞാനൊരു ടോപ്പ് എടുത്തിരുന്നു, ഒരു ബ്രൗൺ കളറിലെ ടോപ്പാട്ടോ. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതാട്ടോ എടുത്തത്. അപ്പോൾ 799 ആയിരുന്നു, കുഴപ്പമില്ല, റേറ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചുമ്മാ പോയപ്പോൾ അങ്ങനെ എടുത്തതാണല്ലോ. പിന്നെ നമ്മൾ ഇവിടെ ചുറ്റും ഒന്ന് കറങ്ങി ചുമ്മാ എല്ലാം കറങ്ങി കണ്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ബാഗ് വാങ്ങുക എന്നുള്ളതായിരുന്നു. കാരണം ബാഗിനിവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ബാഗ് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ താഴെ നമ്മൾ വെച്ച് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിന് 2 മാറ്റി വെച്ചിരുന്നു. പിന്നെയാണ് നമ്മൾ മേലത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഓഫറൊക്കെ ഉണ്ടെന്ന് കണ്ടത്. അങ്ങനെ ഓഫർ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ മേടിച്ചത് കേട്ടോ. 2 പേർക്കും ഒരേ ടൈപ്പ് ഒരേ ബ്രാൻഡിൻ്റെ തന്നെ ബാഗ് മേടിച്ചു. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ദച്ചൂസിന് ഒരു ഇത്തിരി ചെറുതും ധ്രുവക്കുട്ടിക്ക് ഇത്തിരി വലുതും കേട്ടോ. പിന്നെ ധ്രുവക്കുട്ടിക്ക് കുറേ ബുക്സൊക്കെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര വെയിറ്റ് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുറേ ബുക്സ് ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും പാവം വാടി തളർന്നിട്ടാണ് വരാറ്. അപ്പോൾ എന്തായാലും വലിയ ബാഗ് തന്നെ വേണം അവൾക്ക് കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് കുറച്ചുകൂടെ വലുതായത് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ ഉദ്ദേശം നടന്ന സ്ഥിതിക്ക് നമ്മൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേഗം എന്നൊന്നും പറയാൻ പറ്റില്ല, വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി എന്തായാലും ഇറങ്ങിയപ്പം. എല്ലാം ചുറ്റി നടന്നിട്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോയ കാര്യം നടന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അതുപോലെ ധ്രുവക്കുട്ടിയൊക്കെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെയും ഭാഗമായിട്ട് അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു.